നെക്സ്റ്റ് ഇൻവേഴ്സ് ഓഫ് എ 3/3 മെട്രിക്സ്. ഒരു 3/3 മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഡയറക്റ്റ് ഒരു ഫോർമുല മീൻസ് അതായത് ഷോർട്ട് കട്ട് വേ ആണ് ഞാൻ പറയാൻ പോകുന്നത്. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. എനിക്കിതിൻ്റെ ഇൻവേഴ്സ് കാണാം. ഫോർമുല സെയിം ആണ്, 1/determinant of A ഇൻറ്റു അഡ്ജോയിൻറ്റ് ഓഫ് എ. എന്നാൽ അഡ്ജോയിൻറ്റ് ഓഫ് എ നേരത്തെ 2/2 മെട്രിക്സിൻ്റെ കേസിൽ ഡയഗണൽ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റിയിട്ട് കൊടുക്കുക, ഡയഗണൽ അല്ലാത്ത എൻട്രീസിന് സൈൻ മാറ്റി കൊടുക്കുക, അഡ്ജോയിൻറ്റ് ഓഫ് എ പെട്ടെന്ന് കിട്ടിയിരുന്നു. എന്നാൽ അതേപോലെയല്ല 3/3 കേസിൽ കുറച്ച് ടാസ്ക്കാണ്. കാരണം നമ്മൾ നേരത്തെ കണ്ടതാണ്, ഓരോ എൻട്രീസിന് കറസ്പോണ്ടിങ് ആയിട്ട് മൈനർ കണ്ട് 9 തവണ മൈനർ കണ്ട് അവരുടെ കൂടെയൊക്കെ പൊസിഷൻ സൈൻ ചേർത്തിട്ട് ആ ഒരു കോഫാക്ടർ മെട്രിക്സ് എഴുതി ട്രാൻസ്പോസ് എടുത്ത് എഴുതി വരുമ്പോഴത്തേനും കുറേ സമയം നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് അത് അത്രയും റിസ്ക് എടുത്ത് ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് തന്നിരിക്കുന്ന ഈ മെട്രിക്സിൻ്റെ 4 കോപ്പി എഴുതി കൊടുക്കുക. ഏതൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 1 2 പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ട് എഴുതിയാൽ വളരെ നല്ലതാണ്. 2 1 -3 1 1 1 ഒരു കോപ്പിയും കൂടി എഴുതുന്നു. അപ്പോൾ നമ്മൾ 4 കോപ്പി എഴുതിയിട്ടുണ്ട്. ഈ 4 കോപ്പി എഴുതിയതിന് ശേഷം അതിൻ്റെ ആ ചുറ്റിനുള്ള ബോർഡർ ഉണ്ടല്ലോ, ബോർഡർ മൊത്തം എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ബോർഡർ മൊത്തം ഒഴിവാക്കി കൊടുക്കുക. ബോർഡർ മൊത്തം ഒഴിവാക്കിയതിന് ശേഷം ഇവിടെ നോക്കുക, ഞാനിതാ ഇതിനകത്തുനിന്ന് ആദ്യത്തെ ഈ കാണുന്ന ഫസ്റ്റത്തെ ഈ 4 ചൂസ് ചെയ്യുക. ശ്രദ്ധിക്കുക, ബോർഡർ മൊത്തം ഒഴിവാക്കിയതിന് ശേഷം ആദ്യത്തെ ഈ 4 എൻട്രീസ് എടുക്കുക. ഈ 4 എൻട്രീസിൽ നിന്ന് ഇതൊരു 2/2 ഡിറ്റർമിനൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് ആ 2/2ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. 2/2 ഡിറ്റർമിനൻ്റ് വാല്യൂ കാണാൻ നിങ്ങൾക്കറിയാം, ABCDൻ്റെ ഡിറ്റർമിനൻ്റ് കാണാൻ എന്താണ്, A ഇൻറ്റു D AD മൈനസ് B ഇൻറ്റു C BC. സ്വാഭാവികമായിട്ടും 1 ഇൻറ്റു 1 എന്ന് പറയുന്നത് 1 ഇൻറ്റു 1 എന്താണ് 1 -3 ഇൻറ്റു 1 ദാറ്റ് ഈസ് -3. നെഗറ്റീവ് നെഗറ്റീവ് പ്ലസ് ആവും, 1 + 3 ആവും. 1 + 3 എന്താ 4. സോ ജസ്റ്റ് എഴുതി കൊടുക്കുക 4. ഒരു മെട്രിക്സിൻ്റെ ആദ്യത്തെ എൻട്രി ഞാൻ എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് ഇതേപോലെ -3ഉം 1ഉം അടങ്ങുന്ന വിധത്തിൽ ഈ കാണുന്ന 4 സെലക്ട് ചെയ്യുക. ഓക്കെ, അതിൻ്റെ ഡിറ്റർമിനൻ്റ് ഇപ്പോൾ കണ്ട അതേപോലെ കാണാം. -3 ഇൻറ്റു 1 ദാറ്റ് ഈസ് -3, കുറക്കണം 2 ഇൻറ്റു 1 ദാറ്റ് ഈസ് 2, -3 - 2 ദാറ്റ് ഈസ് -5. സോ യു ക്യാൻ റൈറ്റ് ഹിയർ -5. റെഡി. നെക്സ്റ്റ് ഇതേപോലെ ഈ 2ഉം 1ഉം കൂടെ വെച്ചിട്ട് അടുത്തത് വരുമ്പോൾ 2 ഇൻറ്റു 1 ദാറ്റ് ഈസ് 2 -1 ഇൻറ്റു 1 ദാറ്റ് ഈസ് 1. സോ 2 - 1 എന്തോന്നാ 1 വരുന്നു. ഇപ്പോൾ ചെയ്തത് ഫസ്റ്റത്തെ ഒരു 3 നമ്മൾ ഫസ്റ്റത്തെ റോയിൽ നമ്മൾ സെലക്ട് ചെയ്തെങ്കിൽ ഇനി അടുത്ത വരിയിലോട്ട് നമ്മൾ കടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന 1ഉം 1ഉം കൂടെ കൂട്ടി ചേർത്ത് 1 2 ഇങ്ങനെയാണ് നിങ്ങൾ എടുക്കേണ്ടത്. 1 ഇൻറ്റു 2 ദാറ്റ് ഈസ് 2 -1 ഇൻറ്റു 1 ദാറ്റ് ഈസ് 1. 2 - 1 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. അടുത്തത് വീണ്ടും ഞാൻ അതേപോലെ തന്നെ എടുക്കണം. 1 1 2 1. 1 ഇൻറ്റു 1 ആരാന്ന് ചോദിച്ചാൽ 1 ആണ്, -1 ഇൻറ്റു 2 ആരാണ് 2 ആണ്. 1 - 2 ആരാന്ന് ചോദിച്ചാൽ -1 ആണ്. ആൻഡ് സിമിലർലി 1 1 വിത്ത് 1 1 ചെയ്യുമ്പോൾ 1 ഇൻറ്റു 1 ഈസ് 1 -1 ഇൻറ്റു 1 ഈസ് 1 ആൻഡ് 1 - 1 ഈസ് 0. ദാറ്റ് ഈസ് 0. ആൻഡ് അഗെയിൻ 1 2 വിത്ത് 1 -3 ചെയ്യുമ്പോൾ 1 ഇൻറ്റു -3 ഈസ് -3 -2 ഇൻറ്റു 1 ഈസ് 2 -3 - 2 that is what -5. And again 2 1 with -3 2 into 2 is 4 -1 into -3 -3 ആണ്, അത് +3 ആകുന്നു. 4 + 3 എന്താകുന്നു 7 ആകുന്നു. Again 1 1 2 1 എടുക്കുമ്പോൾ 1 into 1 is 1 -1 into 2 is 2 and 1 - 2 become -1. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്താൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് കോഫാക്ടർ മെട്രിക്സ്. എന്താ വിളിക്കുക? കോഫാക്ടർ മെട്രിക്സ് ഓഫ് എ. ഈ കോഫാക്ടർ മെട്രിക്സ് ഓഫ് എ നേരത്തെ കാണാൻ വേണ്ടി നമ്മൾ എത്ര പണി എടുത്തെന്ന് ആലോചിച്ച് നോക്കുക. മുൻപ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റത്തെ 1 എടുക്കണം, 1ൻ്റെ റോയും കോളും ഡിലീറ്റ് ചെയ്യണം. 1 ഇൻറ്റു 1 1 -3 എന്ന് വെച്ചാൽ 1 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അതിൻ്റെ കൂടെ പൊസിഷൻ സൈൻ ചേർത്തപ്പോൾ +4 തന്നെ, കാരണം എന്താ ഫസ്റ്റത്തെ പൊസിഷൻ സൈൻ പോസിറ്റീവാണ്. എന്നാൽ സെക്കൻഡ് എൻട്രിൻ്റെ കേസിൽ 1ൻ്റെ റോയും കോളും ഡിലീറ്റ് ചെയ്താൽ 2 ഇൻറ്റു 1 2 -1 ഇൻറ്റു -3 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ -3. സോ 2 -3 2 + 3 5 കിട്ടും. പൊസിഷൻ സൈൻ ചേർക്കുമ്പോൾ -5. അതാണ് ഈ കാണുന്നത്. അങ്ങനെ ഓരോന്നും മൈനർ കണ്ട് അതിൻ്റെ പൊസിഷൻ സൈൻ ചേർത്താൽ കിട്ടുന്ന സാധനമാണ് നമ്മൾ ഒറ്റയടിക്ക് കണ്ടെത്തിയത്. 4 കോപ്പി മെട്രിക്സ് എഴുതുക, ബോർഡർ മൊത്തം ഒഴിവാക്കുക, ഇങ്ങനെ 4 സെലക്ട് ചെയ്ത് കിട്ടിയെന്ന ഈ ഒരു സാധനം ദാറ്റ് ഈസ് വാട്ട്
കോഫാക്ടർ മെട്രിക്സ്. ഈ കോഫാക്ടർ മെട്രിക്സിൽ നിന്ന് എനിക്ക് രണ്ട് സാധനം കാണാൻ പറ്റും. ഒന്ന്, ഇതിനകത്തുനിന്ന് ഡിറ്റർമിനൻ്റ് ഓഫ് എയും കാണാൻ പറ്റും, ഇതിനകത്തുനിന്ന് അഡ്ജോയിൻ്റ് ഓഫ് എയും കാണാൻ പറ്റും. എങ്ങനെയാണ് ഡിറ്റർമിനൻ്റ് ഓഫ് എ കാണാം? ഇറ്റ്സ് വെരി ഈസി. നമ്മൾ മുമ്പ് ചെയ്തതാണ്. നമ്മുടെ മെട്രിക്സിൻ്റെ ഏതെങ്കിലും ഒരു റോ എടുക്കുക, അതിന് കറസ്പോണ്ടിങ് റോ ഇവിടെ നിന്ന് എടുക്കുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൂട്ടി കഴിഞ്ഞാൽ ഡെൽറ്റ കിട്ടും, ഡിറ്റർമിനൻ്റ് കിട്ടും എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ ഈ വണ്ണിന് ഫസ്റ്റത്തെ റോയിലുള്ള വണ്ണിന് ഇവിടെ ഫസ്റ്റത്തെ റോയിലുള്ള 4 കൊണ്ട് ഗുണിക്കുക, പ്ലസ് ഇടുക. ഇവിടുത്തെ വണ്ണിന് ഇവിടുത്തെ ഫസ്റ്റ് റോയിലുള്ള അതേ സ്ഥാനത്തുള്ള -5 കൊണ്ട് ഗുണിക്കുക, പ്ലസ് ഇടുക. അടുത്ത 2ന് അതേ സ്ഥാനത്തുള്ള 1 കൊണ്ട് ഇൻറ്റു ചെയ്യുക. സോ കിട്ടുന്ന ആൻസർ 1 × 4 4, 1 × -5 ആൻഡ് 2 × 1 ഈസ് +2. 4 2 കൂടി കൂട്ടിയാൽ 6 ആണ്. 6ൽ നിന്ന് 5 കുറച്ച് കഴിഞ്ഞാൽ ആരാണ്? 1 ആണ്. സോ കിട്ടുന്ന ആൻസർ എന്താണ്? 1 ആണ്. ഇതേ സാധനം തന്നെ നിങ്ങൾ സെക്കൻഡ് റോയും സെക്കൻഡ് റോ എടുത്താൽ കിട്ടും. 2 × 1 2 പ്ലസ് 1 × 1 -1 -1 2 -1 എന്താ കിട്ടുക? 1 തന്നെ കിട്ടും. തേർഡ് റോയും വെച്ചാൽ 1 × -5 -5 പ്ലസ് 1 × 7 7 പ്ലസ് 1 × -1 -1 7ൽ നിന്ന് 5ഉം 1 കുറച്ചാൽ എന്താ കിട്ടുക? 7ൽ നിന്ന് 6 കുറച്ചാൽ 1 കിട്ടും വീണ്ടും. സോ എങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് ആൻസർ എന്താണ്? സെയിം തന്നെ കിട്ടുന്നത്. സോ ദാറ്റ്സ് വൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എവിടുന്ന്? കോഫാക്ടറും എയും കൂടെ കണക്ട് ചെയ്താൽ മതി. ഇനി അഡ്ജോയിൻ്റ് ഓഫ് എ എങ്ങനെ കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അഡ്ജോയിൻ്റ് ഓഫ് എ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറയപ്പെട്ട കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടാൽ മതി. കോഫാക്ടർ മെട്രിക്സിൻ്റെ എന്ത് കണ്ടാൽ മതി? ട്രാൻസ്പോസ്. ദിസ് ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ ട്രാൻസ്പോസ് എങ്ങനെ വരിക? ഫസ്റ്റത്തെ റോ 4 -5 1 ആൻഡ് 1 -1 0 ആൻഡ് -5 7 -1. ഈ എഴുതിയിരിക്കുന്നതാണ് ആര്? അഡ്ജോയിൻ്റ് ഓഫ് എ. ഇനി നമുക്ക് വേണ്ടത് എ ഇൻവേഴ്സ് ആണ്. എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1 ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ, ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു വാട്ട്? 1 ഡിറ്റർമിനൻ്റ് ഓഫ് എ 1 ആയതുകൊണ്ട് 1/1 ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ. അഡ്ജോയിൻ്റ് ഓഫ് എ തൊട്ട് മേലെ എഴുതിയ സെയിം സാധനം. 1 കൊണ്ട് 1/1 എന്ന് വെച്ചാൽ 1 ആണ്. 1 കൊണ്ട് അഡ്ജോയിൻറ്റിനെ ഗുണിച്ച് കഴിഞ്ഞാൽ സെയിം ആൻസറാണ് എൻ്റെ ഇൻവേഴ്സ്. ആരാണ്? 4 1 -5 -5 -1 7 1 0 -1. ഈ കിട്ടിയിരിക്കുന്ന ആൻസർ ഇതാണ് ആര്? എൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 3/3 മെട്രിക്സിൻ്റെ കേസിൽ ഇൻവേഴ്സ് കാണുന്ന ടെക്നിക്ക്, ഇതിൻ്റെ 4 കോപ്പി എഴുതിണ്ടാക്കുക, 4 കോപ്പി എഴുതിണ്ടാക്കിയിട്ട് ബോർഡർ ഒഴിവാക്കുക, 4 ഇതുള്ള 2/2 മെട്രിക്സസ് ഡിറ്റർമിനൻസ് അതിനകത്ത് കണ്ടെത്തിയിട്ട് അതിൻ്റെ ഡിറ്റർമിനൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്ത് കണ്ടെത്തുക? കോഫാക്ടർ മെട്രിക്സ് കണ്ടെത്തുക. കോഫാക്ടർ മെട്രിക്സിൻ്റെ ഏതെങ്കിലും ഒരു വരി, അതേ വരി ഫസ്റ്റത്തെ മെട്രിക്സും കൂടി വെച്ചുകൊണ്ട് ഡിറ്റർമിനൻ്റ് ഓഫ് എ കാണുക. കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടാൽ അഡ്ജോയിൻ്റ് ഓഫ് എ കിട്ടും. അതിന് 1 ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ എന്ന് പറയുന്ന ഫോർമുലയിൽ കൊണ്ട് 8 കൊടുത്താൽ എ ഇൻവേഴ്സും കിട്ടും. ഇത്രയേ ഉള്ളൂ എ ഇൻവേഴ്സ് കാണാനുള്ള പ്രോസസ്സ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് എന്ത് ചെയ്തിട്ടുണ്ടോ? മെട്രിക്സും ഡിറ്റർമിനൻസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ആപ്ലിക്കേഷൻ മാത്രമാണ് ബാക്കിയുള്ളത്. ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് തന്നാൽ അതെങ്ങനെ സോൾവ് ചെയ്യാം. അതുപോലെ തന്നെ ഇൻവേഴ്സ് കാണാൻ മറ്റൊരു മെത്തേഡ് ഉണ്ട്, ക്രാമേഴ്സ് റൂൾ എന്ന് പറയും. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ക്രാമേഴ്സ് റൂൾ വെച്ചുകൊണ്ട് ഇൻവേഴ്സ് കാണുന്ന സെക്ഷനാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, താങ്ക് യു.